ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കാലത്ത് തന്നെ എന്തിനാ ഈ ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം. കാരണം വേറൊന്നുമല്ല, എൻ്റെ ഒരു സാധനം ഉണ്ടാവുക, കാണിച്ചു തരാം. യെസ്, ഇതാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന സാധനമല്ല. ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയ മയിൽപ്പീലിയാണ് കേട്ടോ. ഈ ഒരു പറമ്പിൽ നിറയെ മയിലുണ്ടായിരിക്കും. നമ്മുടെ ചുറ്റും, നമ്മൾ നിൽക്കുന്നതിൻ്റെ ചുറ്റും നിറയെ മയിൽ വരും കേട്ടോ. സോ നമ്മൾ ഇന്നലെ ഒരു ഈവനിങ് ആയ സമയത്ത് ആ ഒരു പറമ്പിൽ പോയിട്ട് കളക്ട് ചെയ്തിട്ടുള്ള മയിൽപ്പീലിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഫ്രഷ് ഐറ്റമാണ്. മാത്രമല്ല, ഈ ഒരെണ്ണം മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിൻ്റെ ചന്തം നോക്കി അകത്തോട്ട് വന്നപ്പോഴത്തേക്കും ആളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം എടുത്ത് പുറത്തിട്ടതിന് ശേഷം 5 മിനിറ്റ് ഈ സമയത്തിനുള്ളിൽ അവളുടെ കളിപ്രാന്തൊക്കെ തീർന്നിട്ടുണ്ടാവും കേട്ടോ. സോ പിന്നീടുള്ള പണിയൊക്കെ നമുക്കായിരിക്കേ. എൻ്റെ ഫാസ്റ്റിങ്ങിന് ബ്രേക്ക് ചെയ്ത് ഞാൻ കഴിച്ചത് എഗ്ഗ് ആയിരുന്നേ. ജിമ്മ് പോയതിന് ശേഷം എനിക്ക് ഡെയിലി ഒരു എഗ്ഗ് മസ്റ്റ് ആണ് കേട്ടോ. എഗ്ഗിന് കോംബോ ആയിട്ട് പാല് കുടിക്കണം എന്നായിരുന്നു. ബട്ട് ഇവിടുത്തെ പാലിന് ഭയങ്കര ഫാറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് സ്കിപ്പ് ചെയ്തു. ദെൻ ഒരു 3 ബദാം കൂടി കഴിച്ചു. അതിനിടയ്ക്ക് ജാൻവിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദെൻ അതും കഴിഞ്ഞ് വന്ന് ഞാനിതേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയി നമ്മൾ മെയിൻ ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാനായിട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയ കല്ലായതുകൊണ്ട് തന്നെ ഇന്ന് ദോശ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് കിട്ടും. സോ നല്ലെണ്ണ ഒഴിച്ച് വലിയുള്ളി കട്ട് ചെയ്ത് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ നമ്മളെ ദോശ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇതൊക്കെ നമ്മുടെ പോരാടീൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച അടവുകളാണ് കേട്ടോ. അങ്ങനെ കിട്ടിയ ദോശയുണ്ടോ ഇത്. എൻ്റെ ദോശ നോക്കണ്ട, ചെറിയൊരു കുത്തും കോമയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ ദോശയ്ക്ക് കോംബോ ആയിട്ട് നല്ല മുളക് ചട്ടിയും സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഏട്ടന് പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ലഞ്ചിന് സ്പെഷ്യലായിട്ട് മമ്പയർ ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന നല്ല ഫ്രഷ് വഴുതനങ്ങ ഉണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് അമ്മ ഒരു വഴുതനങ്ങ പുളിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ ഒരു എഗ്ഗും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.